രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു വിവരം അറിയിക്കാനെങ്കിലും ഒരു കൂട്ടം സ്കാനുകൾ കോട്ടയിലേക്ക് വന്നിട്ടുണ്ട്. അവർ മുറ്റത്ത് തമ്പടിച്ച് കൂടിയിരിക്കുകയാണ്. അവർ ജിപ്സികളാണ്. ലോകത്തിലെ എല്ലായിടത്തുമുള്ള സാധാരണ ജിപ്സികളെ പോലെ തന്നെയാണെങ്കിലും ഇവർക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഹംഗറിയിലും ട്രാൻസിൽവാനിയയിലും ഇക്കൂട്ടർ ആയിരക്കണക്കിനുണ്ട്. യാതൊരുവിധ നിയമവും ഇവർക്ക് ബാധകമല്ല. ഏതോ മാന്യമായ പ്രഭുകുടുംബത്തിൽ പെട്ടവരാണ് തങ്ങളെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവർ നിർഭയരാണ്. ചില അന്ധവിശ്വാസങ്ങൾ ഒഴിച്ചാൽ അവർക്ക് മറ്റ് യാതൊരു മതവിശ്വാസങ്ങളുമില്ല. തങ്ങളുടെ സ്വന്തം ഭാഷയെ അവർ സംസാരിക്കുകയുള്ളൂ. ഞാൻ വീട്ടിലേക്ക് ചില കത്തുകൾ എഴുതി പോസ്റ്റ് ചെയ്യാൻ അവരെ ഏൽപ്പിക്കട്ടെ. അവരുമായി പരിചയം സമ്പാദിക്കുന്നതിനായി ഇതിനകം തന്നെ ഞാൻ അവരോട് ഈ ജനൽ വഴി സംസാരിക്കുകയുണ്ടായി. അവർ തൊപ്പി തലയിൽ നിന്നെടുത്തു. പിന്നെ എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിച്ചു. അവരുടെ ഭാഷ പോലെ തന്നെ എനിക്ക് യാതൊന്നും മനസ്സിലായില്ല. ഞാൻ കത്തുകൾ എഴുതി തയ്യാറാക്കി കഴിഞ്ഞു. മീനയ്ക്കുള്ളത് ഷോർട്ട് ഹാൻഡിലാണ്. ഹോക്കിൻസിലുള്ള കത്തിൽ അവളോട് വിവരമൊക്കെ പറയണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. അവൾക്കുള്ള കത്തിൽ ഞാൻ എൻ്റെ ചുറ്റുപാടുകളൊക്കെ വിവരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഭീകരതകളെ പറ്റിയൊന്നും എഴുതിയിട്ടില്ല. അവയെ പറ്റിയൊക്കെ ഇപ്പോഴും എനിക്ക് ചില ഊപാപോഹങ്ങളേ ഉള്ളൂ. ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ളത് മുഴുവൻ അവൾക്ക് തുറന്നു കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൾ നടുങ്ങി തെറിച്ചേക്കും. ആ ഭയപ്പാട് അവളെ അപകടപ്പെടുത്തിയേക്കും. സ്കാനുകൾ കത്തുകൊണ്ട് പോകാതിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇത് പ്രഭുവിൻ്റെ കയ്യിൽ കിട്ടിയേക്കും. എന്നാലും ഇതിൽ നിന്ന് അദ്ദേഹത്തിനൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കത്തുകൾ കൊടുത്തു കഴിഞ്ഞു. ഒരു സ്വർണ്ണ നാണയത്തോടുകൂടി ഞാനവ ജനലിലൂടെ താഴോട്ട് ഇട്ടുകൊടുത്തു. അവ പോസ്റ്റ് ചെയ്യുകയാണ് വേണ്ടതെന്ന് അറിയാൻ കഴിയുന്ന വിധത്തിലൊക്കെ ആംഗ്യം കാണിക്കുകയും ചെയ്തു. ഒരുവൻ അത് കുനിഞ്ഞെടുത്ത് മാറോടമർത്തി തലകുനിച്ചു. പിന്നീട് അവ തൻ്റെ തൊപ്പിക്കടിയിൽ വയ്ക്കുകയും ചെയ്തു. എനിക്ക് വേറെയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ വായനാമുറിയിലേക്ക് തിരികെ വന്ന് വായിക്കാൻ തുടങ്ങി. പ്രഭു അകത്തേക്ക് വന്നില്ല. അതുകൊണ്ട് ഞാൻ എഴുതാനായി തയ്യാറായിരുന്നു. അപ്പോഴേക്കും പ്രഭു എത്തി. അദ്ദേഹം എൻ്റെ അരികിലായിരുന്നു. 2 കത്തുകൾ എടുത്ത് നീട്ടിക്കൊണ്ട് ശാന്തസ്വരത്തിൽ തുടർന്നു. ആ സ്കാനി തന്നതാണിവ. എവിടെ നിന്ന് വന്നതാണെന്നറിയില്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചോളാം. നോക്കൂ. അദ്ദേഹം അവ തുറന്നു നോക്കിയിരിക്കണം. ഒന്ന് നിങ്ങളുടേതാണ്, എൻ്റെ സുഹൃത്ത് ഹോക്കിൻസിനുള്ളത് മറ്റേത്. കവർ തുറന്നപ്പോൾ ഷോർട്ട് ഹാൻഡിന്റെ വിചിത്രമായ വരകൾ അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടു. അദ്ദേഹത്തിന്റെ മുഖം മങ്ങി. ആ കണ്ണുകൾ പൈശാചികമായി തിളങ്ങി. മറ്റേത് മര്യാദകേടാണ്. സൗഹൃദത്തിന്റെയും മര്യാദയുടെയും നേരെയുള്ള ഒരു തുറന്ന ആക്രമണം. ഇതിൽ ഒപ്പുവെച്ചിട്ടില്ല. ശരി, അതുകൊണ്ട് നമുക്കൊന്നുമില്ല. അദ്ദേഹം അക്ഷോഭ്യനായി ആ കത്തും കവറും കത്തിത്തീരുന്നതുവരെ തീജോലയ്ക്ക് മീതെ പിടിച്ചു. പിന്നീട് അദ്ദേഹം തുടർന്നു. ഹോക്കിൻസിനുള്ള ഈ കത്ത് ശരിയാണ്. ഇതും തീർച്ചയായും ഞാൻ അയക്കാം. ഇത് നിങ്ങളുടേതാണല്ലോ. നിങ്ങളുടെ കത്തുകൾ ഏറ്റവും വിലപ്പെട്ടവയാണ്. സുഹൃത്തെ, ക്ഷമിക്കണം. അറിയാതെ ഞാനിത് തുറന്നുപോയി. താങ്കളത് വീണ്ടും ഒട്ടിക്കില്ലേ? അദ്ദേഹം കത്തിന്റെ നേരെ നീട്ടി വളരെ സൗഹൃദഭാവത്തെ തലകുനിച്ചുകൊണ്ട് ഒരു പുതിയ കവറും തന്നു. രണ്ടാമതും വിലാസം എഴുതി പ്രഭുവിനെ ഏൽപ്പിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അദ്ദേഹം മുറിയിൽ നിന്ന് പുറത്തു പോയി. താക്കോൽമെല്ലെ തിരിയുന്നത് കേട്ടു. ഒരു നിമിഷം കഴിഞ്ഞ് വാതിലിനടുത്തേക്ക് ചെന്ന് ഞാൻ പിടിച്ചു വലിച്ചു നോക്കി. വാതിൽ അടച്ചു പൂട്ടിയിട്ടിരുന്നു. 1-2 മണിക്കൂർ കഴിഞ്ഞു കാണും. പ്രഭു ശാന്തനായി മുറിയിലേക്ക് വന്നു. ഞാൻ ഞെട്ടി ഉണർന്നു. സോഫയിൽ കിടന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയിരുന്നു. അദ്ദേഹം വളരെ ഉദാരശീലനും ഉത്സാഹിയുമായി കാണപ്പെട്ടു. ഞാൻ ഉറങ്ങുകയായിരുന്നുവെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു. ഉറങ്ങിക്കോളൂ. അതുകൊണ്ട് പരിപൂർണ വിശ്രമം കിട്ടും. ഇന്ന് എനിക്കും സംസാരിക്കാൻ നിവൃത്തിയില്ല. അല്പം ജോലിയുണ്ട്. നിങ്ങൾ ഉറങ്ങൂ. ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി ഉറങ്ങാൻ കിടന്നു. വിചിത്രം തന്നെയെന്ന് പറയട്ടെ, ഒരു സ്വപ്നം പോലും കാണാതെ ഞാൻ സുഖമായി ഉറങ്ങി. നിരാശയ്ക്ക് അതിൻ്റെതായ ശാന്തതയുണ്ട്. മെയ് 31. കാലത്തുണർന്നപ്പോൾ ഞാൻ വിചാരിച്ചു, പെട്ടിയിൽ നിന്ന് കുറച്ച് കടലാസും കവറുകളും എടുത്ത് പോക്കറ്റിൽ തയ്യാറാക്കി വെക്കണം. ഒരു സന്ദർഭം കിട്ടിയാൽ എഴുതാമല്ലോ. പക്ഷേ ഇതാ വീണ്ടും ഒരു അതിശയം. എൻ്റെ പെട്ടിയിൽ ഒരൊറ്റ കടലാസ് കഷ്ണം പോലുമില്ല. എൻ്റെ മടക്ക യാത്രയ്ക്കുള്ള ടിക്കറ്റുകളും പണത്തിനുള്ള കുറിപ്പുകളും ചുരുക്കത്തിൽ ഈ കോട്ടയിൽ നിന്ന് ഒരു കാലത്ത് രക്ഷപ്പെടാൻ കഴിയുകയാണെങ്കിൽ അന്നെനിക്ക് ഉപയോഗപ്രദമാകുന്ന എല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ തെല്ലുനേരം ഇരുന്ന് ചിന്തിച്ചു. ഒരു സംശയം കൂടെ തോന്നി. എൻ്റെ തുണികൾ നഷ്ടപ്പെട്ടിരിക്കുമോ? ഞാൻ എണീറ്റ് പോയി എൻ്റെ പെട്ടിയും തുണികളും സൂക്ഷിച്ചിരുന്ന അലമാരയും പരിശോധിച്ചു. ഞാൻ യാത്രാവേളയിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ കാണാനില്ല. എൻ്റെ ഓവർകോട്ടും ജമുക്കാളവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവ അവിടെ ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷണം പോലുമില്ല. ഇതൊരു പുതിയ കുടില തന്ത്രമാണല്ലോ.
ജൂൺ 17. ഇന്ന് കാലത്ത് കുഴങ്ങിമറിഞ്ഞ തലച്ചോറുമായി ഞാൻ എൻ്റെ കിടക്കയിൽ ഇരിക്കുകയായിരുന്നു. പുറത്തെ മുറ്റത്ത് കരിങ്കല്ല് വിരിച്ച പാതയിൽ കുതിരകളുടെ കുളമ്പടി സ്വരവും ചമ്മട്ടിയും ചീറ്റിലും കേട്ടു. സന്തോഷം കൊണ്ട് മതിമറന്ന് ഞാൻ ജാലകത്തിനരികിലേക്ക് ഓടി. മുറ്റത്തേക്ക് 2 കുതിരവണ്ടികൾ കുതിച്ചു വരുന്നു. ഓരോന്നും വലിക്കുന്നത് കരുത്തുറ്റ 8 കുതിരകളാണ്. ഓരോ ജോഡിയുടെ മുമ്പിലും ഒരു സ്ലോവാക്കുകാരനുമുണ്ട്. എല്ലാവരും തലയിൽ പരന്ന തൊപ്പിയും വലിയ സൂചിക്കോളത്തുള്ള ബെൽറ്റും ചെളുനിറഞ്ഞ ഷിപ്സ്കിൻ ഉടുപ്പും വലിയ ബൂട്ട്സും ധരിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ ഓരോ നീണ്ട ഗദയുമുണ്ട്. ഞാൻ വാതിൽക്കലേക്ക് ഓടി താഴെ ഇറങ്ങി. പ്രധാന ഹാളിലൂടെ പുറത്തു കടന്ന് അവരുടെ കൂട്ടത്തിൽ ചേരണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. പ്രധാന ഹാളിലൂടെയുള്ള വഴി അവർക്ക് വരാനായി തുറന്നിരിക്കും. വീണ്ടും ഒരടി. എന്റെ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ടിരുന്നു. ഞാൻ ജാലകത്തിനരികിലേക്ക് ഓടിച്ചെന്ന് അവരെ കൂവി വിളിച്ചു. അവരുടെ നേരെ മിഴിച്ചു നോക്കി വിരൽ ചൂണ്ടി. അപ്പോൾ അവരുടെ തലവൻ പുറത്തേക്ക് വന്നു. എന്റെ നേരെ വിരൽ ചൂണ്ടുന്നത് കണ്ടപ്പോൾ അയാൾ എന്തോ പറഞ്ഞു. അവരെല്ലാം ഉറക്കെ ചിരിച്ചു. ഞാൻ വീണ്ടും ദയനീയമായി വിളിച്ചു, വേദനയോടെ അപേക്ഷിച്ചു. പക്ഷെ ഞാനെന്ത് ചെയ്തിട്ടും അവരൊന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. ആ വണ്ടികളിൽ കൂറ്റൻ ചതുരപ്പെട്ടികൾ ഉണ്ടായിരുന്നു. തടിച്ച കയർ കൊണ്ടാണ് അവയുടെ പിടി. ആ സ്ലോവാക്കുകൾ അവയുടെ കൈകാര്യം ചെയ്യുന്നത് കണ്ടാൽ അവയൊക്കെ ഒഴിഞ്ഞതാണെന്ന് തീരുമാനിക്കാം. അവയൊക്കെ താഴെ ഇറക്കി മുറ്റത്തൊരു മൂലയിൽ കുന്നാക്കി കൂട്ടി. ആ സ്കാനിഷ് സ്ലോവാക്കുകൾക്ക് എന്തോ ഒരു സംഖ്യ കൊടുത്തു. അവർ ഭാഗ്യോദയത്തിനായി അവയിൽ തുപ്പി. വളരെ നിരുത്സാഹരായി തങ്ങളുടെ കുതിരകളുടെ അരികിലേക്ക് പോയി. താമസിയാതെ ആ ചാട്ടവാർപടി സീറ്റിൽ അകന്നകന്നു പോയി. ജൂൺ 24. പുലരിക്ക് മുമ്പ് കഴിഞ്ഞ രാവിലെ പ്രഭു എന്റെ അരികിൽ നിന്ന് നേരത്തെ പോയി സ്വന്തം മുറിയിൽ അടച്ചു പൂട്ടിയിരുന്നു. എനിക്ക് തെല്ലും ധൈര്യം വീണ ഉടനെ ഞാൻ കോണിക്കലേക്ക് ഓടിച്ചെന്നു. തെക്കോട്ട് അഭിമുഖമായി ജനലിലൂടെ വെളിയിലേക്ക് നോക്കി. പ്രഭുവിന്റെ ചലനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ആ സ്കാനുകൾ കോട്ടയിൽ എവിടെയോ കൂടിയിട്ടുണ്ട്. എന്തോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ അങ്ങ് അകലെ നിന്ന് കൈക്കോട്ടോ പിക്കാസോ കൊണ്ട് കൊത്തുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു കുടിലതന്ത്രത്തിന്റെ അവസാനമായിരിക്കാം. ഏതാണ്ട് അരമണിക്കൂർ നേരം ഞാൻ ജാലകത്തിനരികെ നിന്നിട്ടുണ്ടാവാം. അപ്പോൾ എന്തോ ഒന്ന് പ്രഭുവിന്റെ മുറിയുടെ ജനലിലൂടെ പുറത്തേക്ക് വരുന്നത് കണ്ടു. ഞാൻ പിന്നോക്കം വാങ്ങി സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് നിൽപ്പായി. ക്രമേണ ഒരു മനുഷ്യദേഹം മുഴുവനും പുറത്തേക്ക് വന്നു. അതെനിക്കൊരു പുതിയ ആഘാതമായിരുന്നു. അയാൾ ധരിച്ചിരുന്നത് ഞാൻ അവിടേക്ക് വന്നപ്പോൾ അണിഞ്ഞിരുന്ന ഉടുപ്പുകളാണ്. ചുമലിൽ ആ സ്ത്രീകൾ എടുത്തുകൊണ്ടു പോയ നശിച്ച സഞ്ചി തൂക്കിയിട്ടിരുന്നു. അപ്പോൾ ഇതൊരു പുതിയ കാപ്പട്ടി നിറഞ്ഞ പരിപാടിയാണ്. അദ്ദേഹം എന്നെ പുറത്തിറങ്ങി നടക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്ന് കാണുന്നവർ ധരിക്കും. എന്നെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കണ്ടിരുന്നുവെന്നും അങ്ങനെ തെളിയിക്കാമല്ലോ. എനിക്കെന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ അതിന്റെ കുറ്റം കൊണ്ട് മാത്രമാണെന്ന് അവരെ ധരിപ്പിക്കുകയും ചെയ്യാം. അദ്ദേഹത്തിന്റെ പരിപാടികൾ നടന്നു പോകുമെന്ന് ഓർത്തപ്പോൾ എനിക്ക് അമർഷം മൂത്തു. കുറെ അധികം നേരം ഞാൻ ജാലകത്തിനരികെ മറഞ്ഞു നിന്നു. അപ്പോൾ പൂനിലാവിന്റെ കിരണങ്ങളിൽ ചില നേരിയ മഞ്ഞു കണികകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സൂക്ഷിച്ചു നോക്കി. കറങ്ങി കറങ്ങി അവയങ്ങനെ അമൂർത്തതയിലൂടെ ഒന്നിച്ചു ചേർന്ന് രൂപം കൊള്ളുന്നതായി തോന്നി. ഞാൻ ശാന്തനായി അത് വീക്ഷിച്ചു കൊണ്ടിരുന്നു. സോഫയിൽ പിറകോട്ട് ചാരി ഇങ്ങനെ ഇരുന്നാൽ വായുവിന്റെ ആ വികൃതി കുറെ കൂടി ഭംഗിയായി എനിക്ക് ആസ്വദിക്കാം. പെട്ടെന്ന് ഞാൻ നടുങ്ങിത്തെറിച്ചു. അങ്ങകലെ കണ്ണെത്താത്ത താഴ്വരയിൽ നിന്ന് നായ്ക്കളുടെ ദീനരോദനം കേൾക്കുന്നു. അതിന്റെ കാതുകളിൽ ഉച്ചത്തിൽ അനുരണനം ചെയ്യുന്നതായി തോന്നി. നിറനിലാവിൽ ലാസനൃത്തം ചവിട്ടിരുന്ന ആ ധൂളികൾ പുതുരൂപം കൊള്ളുകയാണ്. അന്തരാത്മാവിന്റെ വിളിക്ക് അനുരോധമായി ഞാൻ സ്വയം പിടയ്ക്കുകയാണ്. എന്റെ അർത്ഥസ്മൃതി ബോധാവസ്ഥ ആ വിളിക്ക് മറുപടി പറയാൻ വെമ്പുകയാണ്. ഞാൻ ഹിപ്നോട്ടിസത്തിന് വിധേയനാവുന്നു. ആ ധൂളികൾ വേഗത്തിൽ നൃത്തം വയ്ക്കാൻ തുടങ്ങി. അവ എന്റെ അരികിലൂടെ അപ്പുറത്തെ മങ്ങോടത്തിലേക്ക് നീങ്ങിയപ്പോൾ നിലാവിന്റെ രശ്മികൾ വിറകൊള്ളുന്നത് പോലെ തോന്നി. ധൂളികൾ കൂടുതൽ ഉരുക്കൂട്ടി വന്നു. അവ രൂപം കൊള്ളുകയാണ്. അപ്പോൾ ഞാൻ ഭയന്നു പോയി. ഞാൻ തികച്ചും ഉണർന്നിരിക്കുന്നു. എന്റെ മസ്തിഷ്കം മുഴുവനും പ്രവർത്തനമാനമാണ്. നിലവിളിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നോടി. ചന്ദ്രകയുടെ കിരണങ്ങളിൽ നിന്ന് ക്രമേണ രൂപം കൊണ്ടുവരുന്ന അമൂർത്ത രൂപം ആ 3 പൈശാചിക യുവതികളുടേതായിരുന്നു. ഞാൻ ഓടി. എന്റെ മുറിയിലേക്ക് എത്തിയപ്പോൾ ഒരു രക്ഷാബോധം തോന്നുകയും ചെയ്തു. ഇവിടെ പൂനിലാവില്ല. വിളക്ക് പ്രകാശമാനമായി നിന്ന് എരിയുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് പ്രഭുവിന്റെ മുറിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കായി. ഒരു ദീനരോദനം പെട്ടെന്ന് ഒതുക്കിയതുപോലെ പിന്നെ എല്ലാം നിശബ്ദമായി. അഗാധമായ ഭീകര നിശബ്ദത അതെന്നെ മരവിപ്പിച്ചു. തുടിക്കുന്ന കരങ്ങളോടെ ഞാൻ വാതിൽ പിടിച്ച് വലിച്ചു നോക്കി. അത് പുറമേ നിന്ന് പൂട്ടിയിട്ടിരുന്നു. ഞാൻ ബന്ധനത്തിലാണ്. എനിക്കൊന്നും ചെയ്യാൻ വയ്യ.
ഞാൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ പുറത്ത് മുറ്റത്തു നിന്ന് ഒരു കരച്ചിൽ കേട്ടു, ഒരു സ്ത്രീയുടെ ദീനരോദനം. ഞാൻ ജനൽ വാതിൽക്കലേക്ക് കുതിച്ചു ചെന്നു. വാതിൽപ്പാളി വലിച്ചു തുറന്ന് പുറത്തേക്ക് എത്തി നോക്കി. അവിടെ പാറിപ്പറന്ന തലമുടിയുമായി ഒരു സ്ത്രീ നിൽക്കുന്നു. അവൾ മാറത്ത് കൈവച്ചിട്ടുണ്ട്. കുതിച്ചു വാങ്ങി വന്ന് ശ്വാസം മുട്ടി വിഷമിക്കുന്ന പോലെ എന്റെ മുഖം ജാലകത്തിനരികെ കണ്ടപ്പോൾ അവൾ മുന്നോട്ട് കുതിച്ചു. കണ്ണുനീരുറന്ന സ്വരത്തിൽ അവൾ വിളിച്ചു പറഞ്ഞു, പ്രഭോ, എന്റെ കുഞ്ഞിനെ തരൂ. അവൾ മുട്ടുകുത്തി നിന്ന് കൈകൾ ഉയർത്തി എന്റെ ഹൃദയത്തെ ദ്രവീകരിച്ചു കളഞ്ഞ അതേ സ്വരത്തിൽ വീണ്ടും കരഞ്ഞപേക്ഷിച്ചു. പിന്നീട് അവൾ തന്റെ മുടി പിടിച്ച് വലിച്ചു പറിച്ച് മാറത്ത് ആഞ്ഞടിച്ചു. അനിയന്ത്രിതവും അപാരവുമായ വൈകാരിക ആവേശത്തിലേക്ക് സ്വയം നിവദിക്കുകയും ചെയ്തു. കുറെ നേരം കഴിഞ്ഞ് പെട്ടെന്ന് അവൾ സ്വയം മുന്നോട്ടയഞ്ഞു. മേൽപ്പുരയുടെ മറവിൽ എനിക്കവളെ കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ ശബ്ദം കേട്ടു. അവൾ വാതിലിൽ ആഞ്ഞടിക്കുകയാണ്. മേലെ എവിടെയോ നിന്ന്, മിക്കവാറും കോട്ടയുടെ മൊയന്തായിൽ നിന്നും പ്രഭുവിന്റെ കർക്കശ സ്വരം കേട്ടു. ചുറ്റുപാട് നിന്നുള്ള ചെന്നായ്ക്കളുടെ അലർച്ചയാണ് അതിന് മറുപടി പറഞ്ഞത്. അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു പറ്റം ചെന്നായ്ക്കൾ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ സ്ത്രീയുടെ കരച്ചിൽ കേൾക്കാനില്ല. ചെന്നായ്ക്കളുടെ അലർച്ച കുറഞ്ഞിരിക്കുന്നു. അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ സംഗീതാത്മകമായി മോങ്ങി നാവ് കൊണ്ട് നക്കി തുടച്ചുകൊണ്ട് അവ പിൻവലിഞ്ഞു. ഞാൻ അവളെ ചൊല്ലി ദുഃഖിച്ചില്ല. കാരണം അവളുടെ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം. അവൾ മരിച്ചത് നന്നായി. ഇനി ഞാനെന്ത് ചെയ്യണം? എന്ത് ചെയ്യാൻ കഴിയും? കൂരികളും മങ്ങുഴവും ഭീതി നിറഞ്ഞ ഈ ഭീകര അന്തരീക്ഷത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ജൂൺ 25 രാവിലെ സൂര്യൻ ഉദിച്ചുയർന്നു. എൻ്റെ ഭയം വിട്ടകന്നു. ഈ ധൈര്യം എന്നിലുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തേ തീരൂ. ഇന്നലെ രാത്രി ഞാൻ വരാൻ പോകുന്ന തീയതി വെച്ച് എഴുതി കൊടുത്ത കത്തുകളിലൊന്ന് പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമുഖത്തു നിന്ന് എൻ്റെ അവസാനത്തെ രേഖ പോലും മായ്ച്ചു കളയാനുള്ള ശപിക്കപ്പെട്ട സംരംഭത്തിൻ്റെ പ്രാരംഭമാണത്. ഞാനിതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കട്ടെ. ഇപ്പോൾ പ്രവർത്തിക്കണം. രാത്രിയിലെ എന്നെ ഇതുവരെ ഭയപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ഉണ്ടായിട്ടുള്ളൂ. പ്രഭുവിനെ ഞാനിതുവരെയും പകൽ വെളിച്ചത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹം ലോകം ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുകയും ലോകം ഉണർന്നിരിക്കുമ്പോൾ ഉറങ്ങുകയുമായിരിക്കുമോ? എനിക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിലൊന്ന് എത്തിച്ചേരാൻ സാധിച്ചെങ്കിൽ. പക്ഷേ അതിന് യാതൊരു സാധ്യതയുമില്ല. വാതിൽ എല്ലായ്പ്പോഴും പൂട്ടിയാണ് കിടക്കുന്നത്. വേറൊരു വഴിയുമില്ല താനും. ഒരു വഴിയുണ്ട്. സ്വീകരിക്കുവാൻ ധൈര്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേഹം കടക്കുന്ന വഴിയിലൂടെ വേറൊരു ദേഹവും കടക്കുകയില്ലേ? അദ്ദേഹം ചാലകത്തിലൂടെ ഇഴങ്ങിറങ്ങുന്നത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. എനിക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തെ അനുകരിച്ച് ആ മുറിയിലേക്ക് ചെന്നുകൂടാ? വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ എൻ്റെ ജീവിതമാകെ നിരാശപൂർണമായിരിക്കുന്നു. കൂടി വന്നാൽ സംഭവിക്കാവുന്നത് മരണമല്ലേ? ഭീതിപൂർണമായ ഭാവി എൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ദൈവം എന്നെ രക്ഷിക്കട്ടെ. മീന, എൻ്റെ ശ്രമത്തിൽ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ വിട തരൂ. എൻ്റെ രണ്ടാം പിതാവായ ആത്മമിത്രമേ, വിട തരൂ. മീന, ഒരിക്കൽ കൂടി വിട. ചില ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ശ്രമിച്ചു. ഈശ്വരൻ സഹായിച്ചിട്ട് ഞാൻ ആപത്തൊന്നും കൂടാതെ തിരിച്ചു വരികയും ചെയ്തു. എല്ലാ കാര്യങ്ങളും വഴിക്ക് വഴിയായി ഞാൻ കുറച്ചിടട്ടെ. ധൈര്യം എന്നിൽ മുറ്റി നിന്നിരുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ നേരെ തെക്കേ ചാലകത്തിനരികിലേക്ക് ചെന്നു. വേഗത്തിൽ അതിലൂടെ പുറത്തു കടന്ന് ഇവിടെ കല്ലുകൾ കൂർത്ത് മൂർത്തവയാണ്. അവയ്ക്കിടയിലൂടെ കുമ്മായക്കൂട്ട് കാലപ്പഴക്കം കൊണ്ട് അടർന്നു പോയിരിക്കുന്നു. ഞാൻ എൻ്റെ ബൂട്ട്സ് ഊരി മെല്ലെ താഴോട്ട് ഒന്ന് നോക്കി. ആ ആദ്യഗായത പെട്ടെന്ന് കണ്ണിൽ പെടുമ്പോൾ ബോധം കെട്ട് പോകരുതല്ലോ. പക്ഷെ പിന്നീട് ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. പ്രഭുവിൻ്റെ മുറിയിലേക്കുള്ള ദൂരവും അത് ഏത് ഭാഗത്താണെന്ന് എല്ലാം എനിക്ക് തിട്ടമായി അറിയാം. സന്ദർഭത്തിൻ്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കഴിവുകളെല്ലാം ഉപയോഗിച്ച് അതിന് നേരെ ഇറങ്ങി. എനിക്ക് ഒരു തരത്തിലുള്ള ഭയവും തോന്നിയില്ല. ഞാൻ വല്ലാതെ വികാരഭരിതനായിരുന്നു. സമയം പോയതറിഞ്ഞില്ല. ഞാനിപ്പോൾ പ്രഭുവിൻ്റെ മുറിയിലൂടെ ജനൽ പടിമേ നിൽക്കുകയാണ്. ഇനി ഈ വാതിലൊന്ന് തുറക്കണം. വാതിന്മേൽ കൈവച്ചപ്പോൾ ഞാൻ ആകെ പ്രക്ഷുബ്ധനായിപ്പോയി. വാതിൽ തുറന്ന് ഞാൻ മുറിയിൽ ചുറ്റും നോക്കി. അത്ഭുതവും സന്തോഷവും നിറഞ്ഞ ഒരു സത്യം ഞാൻ കണ്ടുപിടിച്ചു. മുറി കാലിയാണ്. വിചിത്രമായ സാമഗ്രികളാണ് അതിനുള്ളിലുള്ളത്. അവ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. മരസാമാനങ്ങളൊക്കെ ഏതാണ്ട് തെക്കേ മുറിയിലുള്ളവ പോലെ തന്നെയാണ്. ആകെ പൊടിയിൽ അലിഞ്ഞിരിക്കുകയാണ്. ഞാൻ താക്കോൽ തിരഞ്ഞു നോക്കി, കണ്ടില്ല. അവിടെ ആകെ ഒരൊറ്റ വസ്തുവാണുള്ളത്. ഒരു മൂലയിൽ ഉരുകുന്ന സ്വർണ്ണ നാണയങ്ങൾ. എല്ലാ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നവയുമുണ്ട്.
പൊടിയുടെ ഒരു വലയം കൊണ്ട് മൂടിയിരിക്കുന്നു. അതവിടെ ഒട്ടു വളരെ കാലമായി അങ്ങനെ കൂട്ടിയിട്ടിരിക്കണം. ഞാൻ ചിലത് എടുത്തു നോക്കി. 300 കൊല്ലത്തിൽ കുറഞ്ഞ പഴക്കമുള്ളത് ഒന്നും തന്നെയില്ല. ചില ചങ്ങലകളും ആഭരണങ്ങളും മറ്റുമുണ്ട്. പക്ഷേ എല്ലാം തന്നെ പഴകി ചെളി പിടിച്ചിരിക്കുന്നു. മുറിയുടെ ഒരു വശത്ത് ഒരു കൂറ്റം വാതിൽ. ഞാനത് തുറക്കാൻ നോക്കി. എൻ്റെ മുറിയുടെയോ പുറത്തെ കതകിൻ്റെയോ താക്കോൽ ഇവിടെയില്ല. എൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ അതാണല്ലോ. ഇനിയിപ്പോൾ മറ്റിടങ്ങളിൽ തിരിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ എല്ലാ ശ്രമങ്ങളും പാഴാവും. വാതിൽ തുറന്ന് അപ്പുറത്ത് കരിങ്കല്ല് വിരിച്ച ഒരു വഴിയാണ്. അത് ചെന്നെത്തുന്നത് കുത്തനെ കീഴ്പോട്ടിറങ്ങിയ കരിങ്കൽ പടവുകളുടെ വക്കത്താണ്. ആകെ ഇരുട്ടായിരുന്നു. ഞാൻ വളരെ ശ്രദ്ധിച്ച് കീഴോട്ടിറങ്ങി. അടിയിൽ ഇരുണ്ട ഗുഹ പോലുള്ള ഒരു വഴിയുണ്ടായിരുന്നു. അതിലൂടെ ശ്മശാന തുല്യമായ ഒരു വൃത്തികെട്ട മണം വരുന്നുണ്ട്. കൂട്ടത്തിൽ ഇളക്കിമറിച്ച കാലപ്പഴക്കമുള്ള മണ്ണിൻ്റെയും. ഞാൻ ആ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി. ആ മണത്തിൻ്റെ കടുപ്പം ഏറിയേറി വരുന്നതായി എനിക്ക് തോന്നി. ഒടുവിൽ ഞാൻ മുന്നിൽ കണ്ട ഒരു കനത്ത വാതിൽ വലിച്ചു തുറന്നു. ഇപ്പോൾ ഞാൻ ഇടിഞ്ഞു തകർന്ന ഒരു പഴയ പള്ളിമുറ്റത്താണ് നിൽക്കുന്നത്. ഒരു ശ്മശാനമാണത്. പള്ളിയുടെ മോന്തായം പൊട്ടി തകർന്നിരിക്കുന്നു. നിലവറ കുണ്ടുകളിലേക്ക് ഇറങ്ങി ചെല്ലാനായി 2 കൽപ്പടവുകളുണ്ട്. പക്ഷെ നിലമടുത്ത ദിവസം കിളച്ച് മറച്ചിരിക്കുന്നു. ആ മണ്ണൊക്കെ സ്ലോവാക്കുകൾ എടുത്തുകൊണ്ടുവന്ന വലിയ മരപ്പെട്ടികൾക്കകത്ത് നിറച്ചു വെച്ചിരിക്കുകയാണ്. ചുറ്റും ഒരുത്തനുമില്ല. അവിടെ ഓരോ ഇഞ്ച് സ്ഥലം പോലും ഞാൻ സസൂക്ഷ്മം പരിശോധിച്ചു. പേടിച്ചു പറച്ചു കൊണ്ടാണെങ്കിലും ആ നിലവറ കുണ്ടുകളിലേക്ക് ഞാൻ ഇറങ്ങി ചെന്നു നോക്കി. ഇവയിൽ 2 ഞാൻ നല്ലപോലെ പരിശോധിച്ചുവെങ്കിലും ചില പഴയ ശവപ്പെട്ടികളുടെ ശകലങ്ങളും പൊടിമണ്ണുമല്ലാതെ അവിടെയെങ്ങും യാതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 3-ാമത്തേതിൽ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. തുടരും.